സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഗോപകുമാർ സാറിന് ആദ്യമായിട്ട് സ്വാഗതം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് 2020 സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഗോപകുമാർ സാറിനെ ക്ഷണിക്കുന്നു. ഏറെ പ്രിയങ്കരായ BJPയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷിബിൻ ലാൽ, 2020യുടെ മണ്ഡലത്തിൻ്റെ ഉപാധ്യക്ഷൻ ശ്രീ വില്ലി, പഞ്ചായത്ത് മെമ്പർ അതുപോലെ തന്നെ ശ്രീ ഫിലിപ്പ്, എൻ്റെ പ്രിയ സഹോദരൻ ശ്രീ അഖിൽ മാരാർ, കൈപ്പമംഗലത്തിൻ്റെ 2020 മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഹരിശങ്കർ, മറ്റു ഈ സമരം നയിക്കുന്ന ഈ സമരപ്പന്തലിൽ 505 ദിവസമായിരിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ തങ്ങൾ സ്വരൂപിച്ചുണ്ടാക്കിയ സമ്പാദ്യം കൊണ്ട് വാങ്ങിയ ആ കിടപ്പാടം തങ്ങളുടേതാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, തങ്ങളുടെ വാസ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി സമരം നയിക്കുന്ന സമരഭടന്മാർ, സഹോദരീ സഹോദരങ്ങളെ, നമുക്കറിയാം ഈ രാജ്യം ഇന്ന് പല രീതിയിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്, ഇവിടുത്തെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള അസമത്വവും അതോടൊപ്പം തന്നെ ജനങ്ങളെയെല്ലാം പല തട്ടുകളിലാക്കി തങ്ങളുടെ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ നേട്ടങ്ങൾക്ക് വേണ്ടി പല ചേരികളിലാക്കി ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി ഭിന്നിപ്പിച്ച് വോട്ട് നേടുന്ന അല്ലെങ്കിൽ അധികാരത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ ഭരിച്ച ഇടതുപക്ഷമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയായിട്ടുള്ള വലതുപക്ഷമായിക്കൊള്ളട്ടെ, ഇവരൊക്കെ തന്നെ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമമോ അല്ലെങ്കിൽ അത് ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള ഒരു പ്രവർത്തനമോ നമ്മൾ ഇതുവരെ നടപ്പിലാക്കി കണ്ടിട്ടില്ല. അതിൻ്റെ കാരണം തന്നെ അവർക്ക് രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കണമെങ്കിൽ ആ നാട്ടിൽ അല്ലെങ്കിൽ ആ പ്രദേശത്ത് എന്തെങ്കിലുമില്ല അസ്വാരസ്യങ്ങൾ അവർക്ക് ആവശ്യമാണ്. അതിൽ നിന്ന് മാത്രമാണ് അവർ എന്നും നേടി മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ മുനമ്പത്തെ ഈ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ ഇവിടുത്തെ ഭരണപക്ഷമോ അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടു പ്രദേശത്ത് MLA ആയിട്ടുള്ള ഇവിടുത്തെ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളോ യാതൊരു രീതിയിലുമുള്ള പ്രവർത്തനങ്ങളോ അതിനുള്ള തയ്യാറെടുപ്പുകളോ നടത്തിയില്ല എന്നുള്ളതാണ്. അതിന് പ്രത്യേക കാരണം ഇവിടുത്തെ ഏതെങ്കിലും ഒരു വിഭാഗം, ഞാനത് പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്കറിയാം ഇവിടുത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് വഖഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ ആ ഒരു പ്രത്യേക വിഭാഗം ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്ന രാഷ്ട്രീയ നേതാക്കളാണ് ഇന്ന് ഈ സംസ്ഥാനത്തിൻ്റെ ശാപം. അതുകൊണ്ട് തന്നെ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് ഈവൻ സമ്മതമാണെങ്കിൽ പോലും അത് തീർപ്പാക്കുന്നതിനുള്ള ഒരു ശ്രമമോ അല്ലെങ്കിൽ അതിനൊരു ശാശ്വത പരിഹാരമോ ഉണ്ടാക്കാൻ ഇക്കൂട്ടർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പണ്ട് പറഞ്ഞു 24 മണിക്കൂറിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അദ്ദേഹം ഇത് പറഞ്ഞിട്ട് ഇപ്പോ 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹം നയിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ അവർ പ്രതിദാനം ചെയ്യുന്ന മുന്നണിയുടെ സംവിധാനങ്ങളോ അത് മുസ്ലിം ലീഗ് പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഈ പ്രശ്നത്തിന് പരിഹരിക്കാൻ തുനിഞ്ഞിറങ്ങിയിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ 1-2 ദിവസങ്ങളിൽ പരിഹരിക്കാവുന്ന ഒരു വിഷയമായിരുന്നു. ഇപ്പോ ഇവരുടെ ഈ പ്രശ്നം
അത് ഈ നാട്ടിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനൊരു പരിഹാരവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നത്. അതൊരു ശാശ്വത പരിഹാരത്തിനുള്ള തയ്യാറെടുപ്പാണ്. ഈ പ്രശ്നം പരിഹരിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അത് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തന്നെ ഈ പ്രശ്നത്തിന് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അതിന് എങ്ങനെയൊക്കെ തകിടം മറിക്കാമെന്നുള്ള കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാർ മേൽനോട്ടത്തിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെ മനസ്സിൽ കണ്ടിട്ടാണെങ്കിലും രാഷ്ട്രീയം മാറ്റി നിർത്തി അതിനൊരു പരിഹാരം കണ്ടെത്താൻ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ നാടിന്റെ ശാപം. അവർക്കോ സാധിക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ സഹോദരങ്ങളുടെ പ്രശ്നം അത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ കൂടെ നിന്ന് ഇവിടുത്തെ നാട്ടുകാരെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ സഹോദരികളെ ഒക്കെ സംരക്ഷിക്കേണ്ട സർക്കാരും പ്രതിപക്ഷവും അതിന് തുനിയാതെ അതിനെ തുരങ്കം വെച്ച് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അത് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് സാധിക്കില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇതിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ചേരിചിരിന്ന് നമ്മൾ പോരാടുമ്പോ ഈ നാടിനെ മുന്നോട്ട് നയിക്കണമെങ്കിൽ അത് ഒരു രാഷ്ട്രീയ മാറ്റത്തിന് മാത്രമേ സാധിക്കൂ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടൊക്കെ തന്നെയാണ് 2020 പാർട്ടി ഒറ്റയ്ക്ക് നിന്ന് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവുമായി പോരടിച്ചപ്പോ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ഞങ്ങളെ ആക്രമിച്ചപ്പോ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഈ നാടിനെ വികസനത്തിലേക്ക് നയിക്കണമെങ്കിൽ ഇനി അത് NDA സർക്കാരിന് മാത്രമേ സാധിക്കൂ. അതുപോലെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ, ശാശ്വതമായി പരിഹരിക്കണമെങ്കിൽ, ഇവിടുത്തെ വിഷയങ്ങൾ എന്നേക്കും അവസാനിപ്പിച്ച് ഇവിടുത്തെ ഭാവി തലമുറയെ സംരക്ഷിക്കണമെങ്കിൽ അത് NDA സർക്കാരിന് മാത്രമേ സാധിക്കൂ എന്നുള്ള ഉറപ്പ് കൊണ്ട് മാത്രമാണ് നമ്മൾ NDAയുടെ ഭാഗമായത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.